ഭാര്യയും കാമുകിയും ഒക്കെ പിണങ്ങിയാൽ ആ പിണക്കം മാറ്റാൻ പുരുഷന്മാർ പല തന്ത്രങ്ങളും പയറ്റാറുണ്ടല്ലേ. പുതിയ സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് സമ്മാനങ്ങളോ വാങ്ങി നൽകും. ചിലപ്പോൾ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യും. അങ്ങനെ എന്തൊക്കെ പാടുപെട്ടാണല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ട അടൂരിലെ ഒരു ചെറുപ്പക്കാരൻ കാമുകിയുടെ പിണക്കം മാറ്റാൻ ചെയ്ത പണി അല്പം കടന്നുപോയി. യുവതി സ്കൂട്ടറിൽ പോകുമ്പോൾ കൂട്ടുകാരനെ കൊണ്ട് വാഹനാപകടമുണ്ടാക്കി. പിന്നാലെ രക്ഷകന്റെ റോളിൽ കാമുകന്റെ കടന്നുവരവ്. ചേട്ടനാൾ സൂപ്പറാന്ന് കാമുകി സമ്മതിച്ചു. യുവതിയുടെ വീട്ടുകാരുടെ പ്രീതിയും നേടാൻ കഴിഞ്ഞു. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലുണ്ടല്ലേ. ഇനിയാണ് നായകൻ വില്ലനായ ആൻറ്റി ക്ലൈമാക്സ്. കാമുകിയുടെ പിണക്കം മാറ്റാൻ ഇറങ്ങിയ യുവാവും സുഹൃത്തും ഇപ്പോൾ ജയിലിലാണ്. ആ കഥയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കാമുകിയുടെ പിണക്കം മാറ്റണം, ഞാൻ നല്ലവനാണെന്ന് അവളും വീട്ടുകാരും പറയണം. പത്തനംതിട്ട കോന്നി സ്വദേശി രഞ്ജിത്ത് അതിനായി പല വഴികളും ആലോചിച്ചു. കാമുകി സ്കൂട്ടറിൽ വരുമ്പോൾ ഒരു അപകടമുണ്ടാക്കിയാലോ, പിന്നെ രക്ഷകന്റെ റോളിലെത്തി കാമുകിയുടെയും വീട്ടുകാരുടെയും പ്രീതി നേടാം. അങ്ങനെ കൂട്ടുകാരൻ അജാസിനെയും കൂടെ കൂട്ടി തിരക്കഥ അനുസരിച്ച് അപകടമുണ്ടാക്കി. കാമുകി കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് അടൂരിൽ നിന്നും വരുന്ന വഴി സ്കൂട്ടറിൽ കാറിടിച്ചു. പിന്നാലെ ഹീറോ പരിവേഷത്തിൽ രഞ്ജിത്തിൻ്റെ വരവ്. അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് അന്വേഷണത്തിലാണ് കഥയിൽ ആൻറ്റി ക്ലൈമാക്സ്. രഞ്ജിത്തും സുഹൃത്തും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അപകടമാണെന്ന് കണ്ടെത്തിയതോടെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി കാമുകിയുടെ പിണക്കം മാറ്റാൻ പുതിയ അടവുമായി എത്തരുതെന്ന് മാത്രമാണ് രണ്ടുപേരോടും പറയാനുള്ളത്. ഒന്നാം പ്രതി രഞ്ജിത്ത് രാജന്റെ പ്രണയിനിയായിരുന്ന യുവതിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകട സ്ഥലത്ത് രക്ഷകനായി എത്തുക, അതുവഴി യുവതിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റി യുവതിയെ സ്വന്തമാക്കുക. ഇതിനുവേണ്ടി പ്രതികൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അപകടമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ട് 5:30 പ്രതികൾ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയനുസരിച്ച് അപകടമുണ്ടാക്കിയത്. കോച്ചിംഗ് ക്ലാസ് കഴിഞ്ഞ് അടൂരിൽ നിന്നും സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യുവതി. കാറിൽ പിന്തുടർന്ന രണ്ടാം പ്രതി വാഴമുട്ടം ഈസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും വാഹനം നിർത്താതെ പോവുകയുമായിരുന്നു. പിന്നാലെ ഇന്നോവ കാറിലെത്തിയ ഒന്നാം പ്രതി യുവതിയെ കോന്നി ബിലീവേഴ്സ് ആശുപത്രിയിലെത്തിച്ചു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ യുവതിയുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഒന്നാം പ്രതിയുടെ ഇടപെടൽ. അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴയുടെ സ്ഥാനം തെറ്റുകയും ചെറുവിരലിന് പൊട്ടലുമുണ്ടായി. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. പത്തനംതിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അലക്സ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഒരവിഹിത ബന്ധത്തിൻ്റെ ആയുസ് എത്ര നാളുണ്ടാകും? കുറച്ചു നാളത്തെ സുഖജീവിതത്തോടെ തീരാവുന്നതേയുള്ളൂ ഇത്തരം റിലേഷൻഷിപ്പുകൾ. പക്ഷെ എന്നെങ്കിലും അത് പിടിക്കപ്പെടുമെന്ന് ഓർത്താൽ നല്ലത്. വിവാഹേതര ബന്ധങ്ങളുടെ കഥകൾ അങ്ങനെയാണ്. വീട്ടുകാർ അറിഞ്ഞാൽ പിന്നെ ന്യായീകരണത്തിന് യാതൊരു വഴിയുമില്ല. ഒന്നില്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകിക്കോ ഒപ്പം ജീവിക്കാം, അല്ലെങ്കിൽ മരിച്ചാലോ എന്ന് ചിന്തിക്കാം. തിരുവനന്തപുരം വിതുരയിലെ കമിതാക്കളായ യുവാവിനും യുവതിക്കും സംഭവിച്ചതാണ്. ഇരുവരും തമ്മിലുള്ള ബന്ധം വീട്ടിൽ അറിഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൂട്ടമരണത്തിന് കാരണം. മാരായമുട്ട സ്വദേശി സുബിൻ, ആര്യങ്കോട് സ്വദേശിനി മഞ്ജു എന്നിവരെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
മാരായമുട്ടം സ്വദേശി 28 വയസ്സുള്ള സുബിൻ, ആര്യങ്കോട് സ്വദേശി 31-കാരിയായ മഞ്ജു എന്നിവരെയാണ് ലോഡ്ജ് മുറിയിലെ ജനാലയിൽ കിടക്കവരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉച്ചയ്ക്ക് 12:30-ഓടെ വിതര പോലീസ് എത്തി കതക് ചവിട്ടി തുറന്നാണ് മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11-നാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തത്. അതിനുശേഷം ഇവരെ പുറത്തു കണ്ടിരുന്നില്ല. രാവിലെ ലോഡ്ജ് ജീവനക്കാർ തട്ടി വിളിച്ചിട്ടും കതക് തുറന്നില്ല. തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ചത്. വിഷം കഴിച്ച ശേഷം തൂങ്ങി മരിച്ചതാണെന്ന് പോലീസ് സംശയിക്കുന്നു. ജ്യൂസും വിഷവും മുറിയിൽ നിന്ന് കണ്ടെടുത്തു. വിവാഹിതരായ ഇരുവർക്കും കുട്ടികളുണ്ട്. കുറച്ചു നാളുകളായി സുബിനും മഞ്ജുവും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സുബിൻ പ്ലംബിംഗ് ജോലിക്കാരനാണ്. ഇവർ തമ്മിലുള്ള ബന്ധം അടുത്തിടെ വീടുകളിൽ അറിയുകയും പ്രശ്നമുണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇരുവരെയും കാണാതായി. സുബിനെ കാണാതായതിന് മാരായമുട്ടത്തും മഞ്ജുവിനെ കാണാതായതിന് ആര്യങ്കോടും പോലീസ് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് മരണവിവരം പുറത്തുവന്നത്. ബന്ധം വീടുകളിൽ അറിഞ്ഞതാകാം ഒരുമിച്ച് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 വിതുര. നമ്മളെല്ലാവരും നല്ല ജോലിയും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ സ്വപ്നം കാണുന്നവരാണല്ലേ. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മികച്ച തൊഴിൽ കിട്ടാത്ത ഒട്ടേറെ ചെറുപ്പക്കാരിവിടെയുണ്ട്. ചിലപ്പോൾ സങ്കടവും നിരാശയും തോന്നാം. പ്രതീക്ഷിച്ച ജോലി കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ എത്രയോ വഴികളുണ്ട് നമുക്ക്. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമുണ്ട്. തൃശ്ശൂർ അടാട്ടെ ശില്പ എന്ന യുവതി ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ടതാണ്. അതിനായി കുറേ PSC പരീക്ഷകൾ എഴുതി. എന്നാൽ അതിലൊന്നും വിജയം കണ്ടില്ല. അങ്ങനെ ഒരു നിമിഷത്തിൽ തോന്നിയ നിരാശ അവളെ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. 5 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്തത്. അടാട്ട് അമ്പലങ്കാവ് സ്വദേശിനി ശില്പയാണ് 5 വയസ്സുള്ള മകൻ അക്ഷയ്ജിത്തിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. ശില്പയെ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞിനെ കട്ടിലിൽ ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ശില്പ ജീവനൊടുക്കിയെന്ന് കരുതുന്നു. സംഭവം നടക്കുമ്പോൾ യുവതിയുടെ ഭർത്താവും അമ്മയും വീട്ടിലുണ്ടായിരുന്നു. പനിയെ തുടർന്ന് കഴിഞ്ഞ രാത്രി ശില്പയുടെ ഭർത്താവ് മറ്റൊരു മുറിയിലായിരുന്നു കിടന്നത്. രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുട്ടിയെ കൊന്നതിനു ശേഷം ശില്പ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ജീവനൊടുക്കുന്നുവെന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. സാമ്പത്തികമായി കുടുംബത്തിന് കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ശില്പ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. അതിനിടെ ചില പരീക്ഷകൾ എഴുതിയെങ്കിലും ജോലിയൊന്നും ലഭിച്ചില്ല. ഇതിന്റെ നിരാശ ശില്പയ്ക്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. പുറത്തുവന്ന ഓഡിയോ സംഭാഷണത്തിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ ലൈംഗിക വൈകൃതമുള്ള ചില മനുഷ്യരെ കാണാം. പെൺകുട്ടികളെ മാത്രമല്ല, വയോധികരെ പോലും അവർ ആക്രമിക്കും. മൂവാറ്റുപുഴ ആയവന സ്വദേശി സജിയെ കണ്ടാൽ നാട്ടുകാരെല്ലാം വീടിനകത്ത് കയറിയിരുന്നൊരു കാലമുണ്ട്. 2019 അയാളുടെ തനി സ്വഭാവം എല്ലാവരും മനസ്സിലാക്കിയത്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബുദ്ധിവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സജി അന്ന് ജയിലിലായി. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം 2021 സമാനമായ മറ്റൊരു കേസ് കൂടി. ഇതിലാദ്യത്തെ കേസിൽ സജിക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇനി നാട്ടുകാർക്ക് സ്വൈര്യമായി ഭയം കൂടാതെ വീട്ടിൽ കിടന്നുറങ്ങാം.
മാനസിക ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പ്രായപൂർത്തിയാകാത്ത സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പോത്താനിക്കാട് വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റുപുഴ ആയവന സ്വദേശി സജി 50,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി വിധിച്ചു. ഇതിനു പുറമെ വിവിധ വകുപ്പുകൾ പ്രകാരം 26 വർഷം തടവും പിഴ അടച്ചില്ലെങ്കിൽ അധിക തടവും അനുഭവിക്കണം. പിഴത്തുക ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവിട്ടു. '21 പറഞ്ചേരി സ്വദേശിയായ 18-കാരിയെ പീഡിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്നയാളാണ് സജി. 2019 ജൂൺ 19-നാണ് കേസിനാസ്പദമായ സംഭവം. മാതാപിതാക്കൾ പണിസ്ഥലം പെൺകുട്ടി സ്കൂൾ വിട്ട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. കുട്ടിയെ വീട്ടിലാക്കി ചെറിയമ്മ പുറത്തേക്ക് പോയ വേളയിൽ പ്രതി വീട്ടിൽ കയറി അതിക്രമം നടത്തുകയായിരുന്നു. പോത്താനിക്കാട് ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാർ, SI-മാരായ KM അശോകൻ, EM ഷാജി, സീനിയർ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരായ ബീന, TN സിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PR ജമുന ഹാജരായി. ന്യൂസ് 18 മൂവാറ്റുപുഴ. പെൺകുട്ടികളെ വീടിന് പുറത്തുവിടാൻ മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന ആശങ്ക. എന്നാൽ ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിലും ഇതേ പേടി വേണം കേട്ടോ. പലയിടത്തും കഴുകൻ കണ്ണുകളുണ്ട്. പാലക്കാട് കല്ലടിക്കോട് 2 വർഷം മുൻപുണ്ടായൊരു സംഭവത്തെക്കുറിച്ച് എല്ലാ അച്ഛനമ്മമാരും അറിയണം. 2023-ലാണ് 14-കാരനെ അയൽവാസി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ പ്രതിക്ക് കോടതി 3 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. മണ്ണാർക്കാട് സ്വദേശി അബ്ദുൽ ലത്തീഫ് 20,000 രൂപ പിഴ അടയ്ക്കണമെന്നും പട്ടാമ്പി പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2023-ലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. 14 വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതി. കേസിൽ അറസ്റ്റിലായ മണ്ണാർക്കാട് കൊളപ്പക്കം സ്വദേശി 42 വയസ്സുകാരൻ അബ്ദുൽ ലത്തീഫിനെ 3 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജി ദിനേശം പിള്ളയാണ് ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സബ് ഇൻസ്പെക്ടർ P ശിവശങ്കരനാണ്. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി. 13 സാക്ഷികളെയും 16 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് പോലീസുകാർ. എന്നാൽ ഇങ്ങനെയുള്ള പോലീസുകാർ തന്നെ വേട്ടക്കാരായാലോ? കൊച്ചി പള്ളുരുത്തിയിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ പേരിൽ യുവതിയെ വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറിയ ഒരു പോലീസുകാരനെ കുറിച്ച് അറിയണം. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ CPO വിജേഷാണ് യുവതിക്ക് നേരെ അതിക്രമം കാട്ടിയത്. പരാതിക്ക് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 5-നാണ് സംഭവം. പാസ്പോർട്ടിന് അപേക്ഷിച്ച പള്ളുരുത്തി സ്വദേശിയായ യുവതിയുടെ വെരിഫിക്കേഷനായി വീട്ടിലെത്തുന്നതിന് പകരം തന്നെ വന്ന് കാണാൻ വിജേഷ് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് തോപ്പുംപടി പാലത്തിനടുത്തുള്ള കൊച്ചിൻ പോർട്ടർ ട്രസ്റ്റ് അവന്യൂവിനടുത്തേക്ക് എത്താനും ആവശ്യപ്പെട്ടു. ഇവിടെ എത്തിയ യുവതിയോട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് കയറാൻ നിർദ്ദേശിച്ചു. പിന്നാലെ കാറിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്.
യുവതി പിറ്റേന്ന് തന്നെ പോലീസിന് പരാതി നൽകി. ഇവരുടെ മൊഴിയെടുത്ത ശേഷം ഹാർബർ പോലീസ് വിജേഷിനെതിരെ കേസെടുക്കുകയായിരുന്നു. സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്ന വിധത്തിൽ പെരുമാറിയതിന് CPOയെ സസ്പെൻഡ് ചെയ്തുവെന്ന് പോലീസ് കമ്മീഷണറുടെ ഓഫീസും വ്യക്തമാക്കി. വിജേഷിനെതിരെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇതിനുശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. വിശ്വാസികളും അന്ധവിശ്വാസികളുമായ കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. വിശ്വാസമൊക്കെ നല്ലതാണ്, എന്നാൽ ഇതിൻ്റെ പേരിലുള്ള അനാചാരങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകാം. ആലപ്പുഴ ഹരിപ്പാട് പേടി മാറ്റാൻ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്തിയത് അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ്. ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലായത്. ആനയുടെ മുന്നിൽ വെച്ച് കുഞ്ഞ് താഴെ പോയെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സംഭവത്തിൽ പാപ്പാൻ ജിതിനും കുഞ്ഞിൻ്റെ പിതാവ് അഭിലാഷിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്തിയ വീഡിയോ പുറത്തു വന്നിരുന്നു. കൊമ്പിൽ ചേർത്തിരുത്തവേ തല കീഴായി മറിഞ്ഞ് ആനയുടെ കാൽ കീഴിൽ വീണ കുഞ്ഞ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 3 മാസം മുൻപ് പാപ്പാനെ കുത്തിക്കൊന്ന ഹരിപ്പാട് ക്ഷേത്രത്തിലെ ആനയായ സ്കന്ദന് മുന്നിലേക്കാണ് താൽക്കാലിക പാപ്പാനായ കൊട്ടിയ സ്വദേശി അഭിലാഷ് തന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. വീഴ്ചയിൽ ആനയുടെ കാലിലെ ചങ്ങലയിൽ കുഞ്ഞിന്റെ തലയിടിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഹരിപ്പാട് ക്ഷേത്രത്തോട് ചേർന്നുള്ള ദേവസ്വം ബോർഡിന്റെ ആനത്തറയിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിനായാണ് അഭിലാഷ് കുടുംബസമേതം ക്ഷേത്രത്തിലെത്തിയത്. ചടങ്ങിന് ശേഷം കുട്ടിയെ ആനയ്ക്കരികിലെത്തിച്ചു. കുഞ്ഞിന്റെ പേടി മാറുമെന്ന വിശ്വാസത്തിൽ ആനയുടെ കാലുകൾക്കിടയിലൂടെ കൊണ്ടുപോയെന്നാണ് അഭിലാഷ് ക്ഷേത്രം ഭാരവാഹികളോട് പറഞ്ഞത്. തുടർന്ന് ആനക്കൊമ്പിൽ ഇരുത്തുന്നതിനിടെ കയ്യിൽ നിന്ന് തെന്നി കുഞ്ഞ് നിലത്ത് വീഴുകയായിരുന്നു. നാട്ടുകാരാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവത്തെ തുടർന്ന് അഭിലാഷിനെ ദേവസ്വം ബോർഡ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സംഭവ സമയം അഭിലാഷ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. ഹരിപ്പാട് പോലീസ് സ്വമേധയാ കേസെടുത്താണ് ദേവസ്വം പാപ്പാൻ ജിതിൻ രാജിനെ കസ്റ്റഡിയിലെടുത്തത്. മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ആക്രമണം, ജീവഹാനിക്കിടയാക്കുന്ന പ്രവർത്തനം എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഭിലാഷിനായി പോലീസ് തെരച്ചിൽ തുടങ്ങി. കഴിഞ്ഞ സെപ്റ്റംബറിൽ മതപ്പാട് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ആന 1-ാം പാപ്പാനെ കുത്തിക്കൊല്ലുകയും 2-ാം പാപ്പാനെ മാരകമായി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇതിനുശേഷം സ്കന്ദനെ പുറത്തിറക്കിയിരുന്നില്ല. സന്ദർശകർക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് താൽക്കാലിക ആനപ്പാപ്പാന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. ന്യൂസ് 18 ഹരിപ്പാട്. ജ്വല്ലറി ഉടമകളുടെയും ജീവനക്കാരുടെയും ശ്രദ്ധയ്ക്ക്. സ്വർണത്തിന് പൊന്നും വിലയായതിനാൽ അവിടെ എത്തുന്ന ആളുകളെ സൂക്ഷിക്കണം. സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം നടത്തുന്ന കവർച്ചാ സംഘങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. പെരുമ്പാവൂരിൽ ജ്വല്ലറിയിൽ മാല വാങ്ങാനെത്തി കവർച്ചയ്ക്ക് ശ്രമിച്ച ഒരു ബിരുദനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് അനസാണ് ജ്വല്ലറിയിൽ നിന്നും മാല എടുത്തുകൊണ്ട് ഓടിയത്. പ്രതിയെ ജ്വല്ലറി ഉടമയും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന എള്ളൂരാൻ സംഗീത ജ്വല്ലറിയിൽ പുതിയ മാല വാങ്ങാനാണെന്ന് പറഞ്ഞാണ് അനസ് എത്തിയത്. 1 പവനോളം തൂക്കം വരുന്ന മാല വേണമെന്ന് ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു. മാല കിട്ടിയ ഉടൻ ഇയാൾ ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന താഴേക്കിട്ട ശേഷം തന്റെ കൈവശമുണ്ടായിരുന്ന മറ്റൊരു മാല പകരം നൽകി. തട്ടിപ്പ് മനസ്സിലായ സ്ഥാപന ഉടമ ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ ഇയാൾ യഥാർത്ഥ മാല കൈക്കലാക്കി ഓടുകയായിരുന്നു. ₹1,09,000 വില വരുന്ന സ്വർണമാല തട്ടിയെടുക്കാനാണ് പ്രതി കടന്നുകളയാൻ ശ്രമിച്ചത്. ഉടമ പിന്നാലെ ഓടുന്നത് കണ്ട് നാട്ടുകാരും ഒപ്പം കൂടി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറിയ പ്രതിയെ അവിടെ വെച്ച് പിടികൂടി.
സ്ഥാപന ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. എറണാകുളം ജില്ലയിലെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിന് കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. മാന്യമായ വസ്ത്രം ധരിച്ച് നന്നായി പെരുമാറുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ആർക്കെങ്കിലും സംശയം തോന്നുമോ? പൊതുവെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്നാൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും കേട്ടോ. പാലക്കാട് ഹോട്ടലിൽ നിന്നും മാനേജറുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് ഒരു യുവതിയാണ്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. കൽപ്പാത്തി സ്വദേശിനി വിദ്യയെ ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ ഇതിനു മുൻപ് CBI ഉദ്യോഗസ്ഥ എന്ന പേരിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കപിലവസ്തു ഹോട്ടലിലെ ജനറൽ മാനേജർ ഗിരിശങ്കറിന്റെ മൊബൈൽ ഫോണാണ് മോഷണം പോയത്. പാഴ്സൽ കൗണ്ടറിന് മുകളിൽ വെച്ചിരുന്ന മൊബൈൽ അല്പനേരം ശ്രദ്ധിക്കാതിരുന്നപ്പോഴേക്ക് കാണാതാവുകയായിരുന്നു. ഗിരിശങ്കർ നൽകിയ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. പാലക്കാട് കൽപ്പാത്തി കൈലാസ് നഗർ സ്വദേശിയാണ് പിടിയിലായ 30-കാരി വിദ്യ അമ്പാൾ. ഇവരിൽ നിന്ന് കളവ് പോയ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. പ്രതി CBI ഉദ്യോഗസ്ഥ എന്ന പേരിൽ പല സ്ഥാപനങ്ങളിലും പരിചയപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മോഷണം നടത്തിയ ഫോൺ വിൽപ്പന നടത്തിയ കടയിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു. മോഷണം നടത്തി ലഭിക്കുന്ന പണം ഇവർ ആഡംബര ജീവിതം നയിക്കാനാണ് ചെലവഴിക്കാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു. വിദ്യ മുൻപും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളല്ല മോഷ്ടിച്ചത് എന്ന കാരണത്താൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യം കാട്ടിയിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് കേട്ടിട്ടില്ലേ? വയനാട് സ്വദേശി സൈനുദ്ദീൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ് കരുതിയത്. ഇന്നോ ഇന്നലെ തുടങ്ങിയ പണിയല്ല മോഷണം. 2002 കണ്ണൂരിൽ ഒരു സ്കൂട്ടർ മോഷ്ടിച്ചതാണ് ആദ്യത്തെ കേസ്. പിന്നീട് ചേലയമ്പറ ബാങ്ക് കവർച്ച. അതിനിടെ പ്രതി ഒളിവിൽ പോയി. പിന്നെ ഒരാളും സൈനുദ്ദീനെ കണ്ടിട്ടില്ല. ഒടുവിൽ 24 വർഷത്തിന് ശേഷം പ്രതി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം നിരവധി വാഹനമോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. വയനാട് സ്വദേശി 52-കാരനായ സൈനുദ്ദീൻ കൽപ്പറ്റയിൽ വെച്ചാണ് പോലീസ് പിടിയിലായത്. തലശ്ശേരി ഇൻസ്പെക്ടർ ബിജു പ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 24 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത വാഹനമോഷണ കേസിലാണ് ഇയാളെ പിടികൂടിയത്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര ബാങ്ക് കവർച്ച കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് സൈനുദ്ദീൻ. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ലാണ് തിരുവങ്ങാട് വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ബൈക്ക് മോഷണം പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് സൈനുദ്ദീനിലേക്ക് കൽപ്പറ്റ പോലീസിനെ എത്തിച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റയിൽ ഇയാൾ ജോലി ചെയ്തിരുന്നിടത്ത് നടത്തിയ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി SI MTP സൈഫുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AK നിതീഷ്, സിവിൽ പോലീസ് ഓഫീസർ K ലിജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് വയനാട്ടിലെത്തി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. നമ്മൾ ബസ് കാത്ത് കുറേ സമയം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് കരുതുക. ബസ്സുകളൊന്നും സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന സാഹചര്യം. അപ്പോൾ ആ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞാലോ എന്ന് ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ചിന്തിച്ചു പോയിട്ടില്ലേ? കാസർഗോഡ് ഉപ്പള സ്വദേശി ഹമീദ് അലി അങ്ങനെ പ്രകോപിതനായി കല്ലെറിഞ്ഞത് കർണാടക KSRTC ബസ്സിന് നേരെയാണ്. പിന്നാലെ പോലീസ് അറസ്റ്റും ചെയ്തു. എന്നാൽ അതൊന്നുമല്ല അലിയെ സങ്കടപ്പെടുത്തിയത്.
പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ ആരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. അതിൻ്റെ മനോവിഷമത്തിൽ ഹമീദ് അലി ജീവനൊടുക്കി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് സംഭവം. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി അബ്ദുൾ ഹമീദ് അലി 4 ബസ്സുകൾക്ക് നേരെ കൈകാണിച്ചുവെങ്കിലും നിർത്താൻ തയ്യാറായില്ല. തുടർന്നെത്തിയ KSRTCയുടെ അവസാന ബസ്സും നിർത്താതെ പോയതോടെ ഇതിൽ പ്രകോപിതനായാണ് ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. കല്ലേറിൽ ബസിന്റെ പിൻവശത്തെ ചില്ല് തകർന്നു. സംഭവത്തിന് പിന്നാലെ ഡ്രൈവറും കണ്ടക്ടറും ബസ് നിർത്തി കല്ലെറിഞ്ഞയാളെ പിടികൂടി മഞ്ചേശ്വരം പോലീസിന് കൈമാറി. അന്വേഷണത്തിൽ സംഭവം നടന്ന സ്ഥലം കർണാടകയിലെ ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിൽപ്പെടുന്നതാണെന്ന് വ്യക്തമായതോടെ കേസ് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് അബ്ദുൾ ഹമീദിനോട് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഹമീദ് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീട്ടിലെത്തിയാണ് ആത്മഹത്യ ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഇയാൾ ഇങ്ങനെ സംഭവം പറഞ്ഞത്, ഞാൻ കല്ലെറിഞ്ഞത് ഞാൻ തന്നെ, പക്ഷേ ഈ നിർത്താത്ത കൊണ്ട് ഇത് ചെയ്തത്. അന്ന് ഞാൻ ATOക്ക് സംസാരിച്ച്, KSRTCൻ്റെ ATOയിൽ സംസാരിച്ച് അന്ന് രാത്രി. അന്ന് ATO പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ഈ KSRTCൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചെയ്തത് ഇയാൾ, അപ്പോൾ ഇതിൻ്റെ ചില്ലിൻ്റെ പൈസ ഞാൻ അടക്കാം. അപ്പോൾ ATO പറഞ്ഞ് പറ്റൂല, ഇതിൻ്റെ FIR ആവണം പറഞ്ഞ്. അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ടും ATO കേട്ടില്ല. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷൻ്റെ SI പോലെ സംസാരിച്ച് ഇങ്ങനെ ഇതായത് അയാൾക്ക് വയ്യ, സുഖമില്ല, SI എല്ലാം സംസാരിച്ചിട്ട് ATO ഇതിനെപ്പറ്റി കേട്ടില്ല. ഹമീദിനെ പോലീസ് പിടികൂടിയ സമയത്ത് ചിത്രം ആരോ എടുത്ത് വാട്സാപ്പിൽ പങ്കുവച്ചിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം ആശ്വസിക്കാം. എന്നാൽ കേസും നടപടിയും പിന്നാലെയുണ്ട്. രാഹുലിൻ്റെ അറസ്റ്റ് കോടതി വീണ്ടും തടഞ്ഞിരിക്കുകയാണ്. അറസ്റ്റിനുള്ള വിലക്ക് ഈ മാസം 21 വരെയാണ് നീട്ടിയത്. ജനുവരി 21 മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്ത ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ച സാവകാശം അനുവദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്ത ഹൈക്കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ചത്തെ സാവകാശവും അനുവദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഈ മാസം 21 വരെ നീട്ടിയിട്ടുമുണ്ട്. പ്രതിയുടെ കൂട്ടാളികൾ, സുഹൃത്തുക്കൾ, അനുയായികൾ എന്നിവരിൽ നിന്നും ജീവന് ഭീഷണിയും സൈബർ ഭീഷണിയും നേരിടുന്നുവെന്ന് പരാതിക്കാരി ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു വാദം. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അതിജീവിതയുമായി ഉള്ളതെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടില്ലെന്നും രാഹുൽ പറയുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയതെന്നും അന്വേഷണത്തിൽ രാഷ്ട്രീയ സ്വാധീനവും ഗൂഢാലോചനയും ഉണ്ടെന്നും രാഹുൽ വാദമുന്നയിച്ചിരുന്നു. വാദം സാധൂകരിക്കാനായില്ലെങ്കിൽ കീഴടങ്ങാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകാമെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശങ്ക പരത്തിയ മണിക്കൂറുകൾ. പോലീസും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ എത്തിയതോടെ രോഗികളും പരിഭ്രാന്തിയും. കാര്യം തിരക്കിയപ്പോഴാണ് ഒരു ബോംബ് ഭീഷണിയുടെ കാര്യമറിഞ്ഞത്. OPയിൽ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് 1:35
രോഗികളെയും മറ്റും ആശുപത്രിയിൽ നിന്നും മാറ്റണമെന്നുമായിരുന്നു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. പോലീസിൻ്റെ പരിശോധനയിൽ അത് വ്യാജ സന്ദേശമാണെന്ന് വ്യക്തമായി. മെയിലിൻ്റെ ഉറവിടം പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിലായിട്ടാണ് ബോംബ് ഭീഷണി സന്ദേശമെത്തിയത്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. 3 RDX IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് സന്ദേശത്തിലുള്ളത്. ഉച്ചയ്ക്ക് 1:30 മുൻപ് ആളുകളെ ഒഴിപ്പിക്കണമെന്നും മെയിലിലുണ്ട്. മുഹമ്മദ് വിക്രം രാജ് ഗുരു എന്നീ ഐഡിയിൽ നിന്നാണ് സന്ദേശമെത്തിയത്. 1979 നയനാർ ദാസ് പോലീസ് യൂണിയൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. ഭീഷണിക്ക് പിന്നാലെ ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള മെയിൽ ID വഴിയാണ് സന്ദേശമെത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. ഇതിൻ്റെ ഉറവിടം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. 1 മണിക്കൂർ നേരം പരിശോധന നടത്തിയിട്ടും സംശയകരമായ ഒന്നും കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ സ്ഥലവും വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പാർക്കിംഗ് സ്ഥലം ഉൾപ്പെടെയാണ് പരിശോധന നടത്തിയത്. വ്യാജ ബോംബ് ഭീഷണികൾ പതിവായി എത്താറുണ്ടെങ്കിലും തിരക്കേറിയ മെഡിക്കൽ കോളേജിനെതിരെ ആയതിനാൽ പോലീസ് ജാഗ്രതയോടെയാണ് തെരച്ചിൽ നടപടികൾ നടത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശത്താക്കാൻ ശ്രമിച്ച 2 കൗമാരക്കാരടക്കം 3 പേർ ഇടുക്കിയിൽ അറസ്റ്റിൽ. പഴയരിക്കണ്ട സ്വദേശി തോമസ് കുട്ടിയെയും പ്രായപൂർത്തിയാകാത്ത 2 പേരെയുമാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക ശില്പ പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി കോടതി നീട്ടി. കൊല്ലം പുനലൂരിൽ അനധികൃത കച്ചവടത്തിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. 68 ലിറ്ററോളം മദ്യവുമായി പോലീസിന്റെ പിടിയിലായത് കാഞ്ഞിരമല സ്വദേശി ശശിധരൻ. പാലക്കാട് ചിറ്റൂരിൽ വീണ്ടും സ്പിരിറ്റ് വേട്ട. 30 ലിറ്റർ സ്പിരിറ്റുമായി പിടിയിലായത് തിരുവാഴിയോട് സ്വദേശി എൽദോസ്, മുകുന്ദപുരം സ്വദേശി ഷെവിൻ, അനന്തകൃഷ്ണൻ എന്നിവർ. മലപ്പുറം തിരൂരിൽ 3 കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. കഞ്ചാവ് വിൽപ്പനക്കാരനായ ബംഗാൾ സ്വദേശി അട്ടാവുള്ള ഷെയ്ഖിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കാർത്തികേയൻ പിയും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ബംഗാളിൽ നിന്നും കഞ്ചാവ് നേരിട്ടെത്തിച്ച് ചെറിയ പൊതികളായി വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നതെന്ന് എക്സൈസ്. മലപ്പുറം കാക്കാഞ്ചേരിയിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. ബേക്കറിയിൽ സൂക്ഷിച്ചിരുന്ന 1300 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് 75 ദിവസങ്ങൾക്ക് ശേഷം തുണിക്കഷ്ണം പുറത്തു വന്നു. കടുത്ത വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തി 2 തവണ കണ്ടിട്ടും ആവശ്യമായ ചികിത്സ നൽകിയിട്ടില്ലെന്ന് കാട്ടി യുവതി മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. അക്രമ രാഷ്ട്രീയത്തിന് കുറേ വേദിയായിട്ടുള്ള മണ്ണാണ് കണ്ണൂർ. സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ ചോര വീണിട്ടുണ്ട്. ഒട്ടേറെ സ്ത്രീകളുടെ കണ്ണീര് പൊഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊലവിളിയും കൊലക്കത്തിയുമായി ചിലർ വന്നേക്കാം. കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ണൂർ പാനൂരിൽ കേട്ട മുദ്രാവാക്യം ഭയമുളവാക്കുന്നതാണ്. ഓർമ്മയില്ലേ കണ്ണവും, ഓർമ്മയില്ലേ സലാമുദ്ദീനെ, കത്തുമലച്ചു കിടന്നില്ലേ, ആരാടാ ഏതവനാടാ, ഏതവനാടാ SDPI. പാനൂരിൽ ബോംബ് പിടിച്ചെടുത്തുന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു
SDPIക്കെതിരെ RSS പ്രകടനം. ഒടുവിൽ പിടിച്ചത് ബോംബല്ല, പാറപ്പൊടിയാണെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ RSS നടത്തിയ കൊലവിളി മുദ്രാവാക്യ പ്രകടനത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പിന്നാലെ RSSനെതിരെ പ്രതിഷേധവുമായി SDPIയും രംഗത്തെത്തി. ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, ഇനി ഈ നാട് ചോരക്കളമാക്കരുത്. കൊലപാതക രാഷ്ട്രീയം കാരണം ഒരു സ്ത്രീയും വിധവയാകരുത്, കുഞ്ഞുങ്ങളെ അനാഥരാക്കരുത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.